അപ്പോൾ ഈ കടം ഇങ്ങനെ എടുക്കാനൊരു സൗകര്യത്തിന് വേണ്ടി തോമസ് ഐസക് എന്ന് പറയുന്ന കുശാഗ്ര ബുദ്ധി, സാമ്പത്തിക വിദഗ്ധനുമാണ് അദ്ദേഹം, സാമ്പത്തിക ശാസ്ത്രജ്ഞനും, അദ്ദേഹം കണ്ടുവരിച്ച ഒരു പരിപാടിയാണ് കിഫ്ബി. ഇപ്പോൾ ഓഡിറ്റർ ആൻഡ് കൺട്രോളർ ജനറൽ പറയുന്ന കാര്യം, ഇക്കാര്യത്തിൽ ആ ഒരു വലിയ ഓഡിറ്റിൻ്റെ ആവശ്യമുണ്ട്. കാരണം ഈ ഓഡിറ്റ് ഇല്ലാത്ത ഒന്നാണ് കിഫ്ബി. അപ്പോൾ ഓഡിറ്റ് ഇല്ലാത്ത ഒന്ന് വെച്ചുകൊണ്ട് കടം കൂടുതൽ എടുക്കാനുള്ള ഒരു കൗശലമായിരുന്നു കിഫ്ബി എന്നുള്ളത് യഥാർത്ഥ. അപ്പോൾ ഇത് അക്കൗണ്ടബിൾ ആവണ്ടേ? കാരണം കേരളം കടം കൂട്ടിക്കഴിഞ്ഞാൽ ഇത് അനുഭവിക്കേണ്ടി വരുന്നത് അടുത്ത് വരുന്ന സർക്കാരുകളാവാം, അല്ലെങ്കിൽ അവർക്കും പറ്റിയില്ലെങ്കിൽ കേന്ദ്രമാകാം. അപ്പോൾ കേന്ദ്രത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ 6000 കോടി രൂപയുടെ പരിധി ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അക്കാര്യത്തിൽ വീഴ്ച കേന്ദ്രത്തിൻ്റെയാണോ സംസ്ഥാനത്തിൻ്റെയാണോ? എവിടെയാണ് ഫോൾട്ട് ലൈൻ? യാതൊരു സംശയവുമില്ല. സംസ്ഥാനം പല പദ്ധതികളും ഇവിടെ നടപ്പാക്കാനായിട്ട് കേന്ദ്രത്തിന്റെ ഫണ്ട് വാങ്ങിക്കും, കണക്ക് കൊടുക്കുകയില്ല. അതോടൊപ്പം തന്നെ ഈ പറയുന്ന കിഫ്ബി പോലുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ രൂപീകരിച്ചിട്ട് അത് ഗവൺമെന്റ് രൂപീകരിക്കുന്നതാണ്, പേര് അവരാ ഇടുന്നത്. എന്നിട്ട് അതൊരു വേറെ സ്ഥാപനം പോലെ അവതരിപ്പിച്ചിട്ട് അവരോട് കടം വാങ്ങിക്കുകയാണ്. എന്തിനിങ്ങനെ വളഞ്ഞു മൂക്കിൽ പിടിക്കണം? നിങ്ങൾക്ക് നേരിട്ട് വാങ്ങിച്ചുകൂടെ? ഇവിടെ ധാരാളം ധനകാര്യ സ്ഥാപനങ്ങളുണ്ടല്ലോ, ട്രാൻസ്പെറന്റ്, LIC പോലുള്ള ഇത് വാങ്ങിക്കാമല്ലോ, അല്ലെങ്കിൽ ബാങ്കുകളുണ്ടല്ലോ, ബാങ്കുകളുടെ കൺസോർഷ്യം ഉണ്ടല്ലോ. ഇവരോടൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ അക്കൗണ്ടിങ് ആരാണ്? ആ ബാങ്കുകൾക്ക് നേരിട്ട് ഗവൺമെന്റുമായിട്ട് ആക്സസ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ സംവിധാനം ഇവരുടെ നിയന്ത്രണത്തിലുള്ളതായതുകൊണ്ട് തന്നെ ഗവൺമെന്റിന്, സെൻട്രൽ ഗവൺമെന്റിനോ ധനകാര്യ മന്ത്രാലയത്തിനോ റിസർവ് ബാങ്കിനോ ഒന്നും ആക്സസ് ഇല്ല. അങ്ങനെ പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് സംസ്ഥാനത്തിന്റെ കടത്തിന്റെ കണക്കിൽ വരികയില്ല എന്ന് ഇവർ പ്രഖ്യാപിച്ചാൽ റിസർവ് ബാങ്ക് പിന്നെ എന്തിനാണുള്ളത്? ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു സംസ്ഥാനം മാത്രമാണ്, ഒരു സ്വതന്ത്ര രാഷ്ട്രമല്ലത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് ഇവർക്ക് വഴിവിട്ട്, അതായത് അക്കൗണ്ടബിൾ അല്ലാത്ത രീതിയിൽ, അല്ലെങ്കിൽ നമ്മളുടെ ധനകാര്യ സ്ഥാപനങ്ങളുടെ ഓഡിറ്റിങ്ങിന് വിധേയമാകാത്ത രീതിയിൽ ചിലവഴിക്കാൻ വേണ്ടിയാണ്. ആ ചിലവ് സംസ്ഥാനത്തിന്റെ ഗുണത്തിന് വേണ്ടിയാണോ എന്നതാണ് ചോദ്യം. അങ്ങനെ ഗുണകരമായതൊന്നും നമ്മൾ കണ്ടില്ല. ഊരാളുങ്കൽ സൊസൈറ്റിയെ പോലുള്ള സൊസൈറ്റികളെ സമ്പുഷ്ടമാക്കുക. ഈ പണം എങ്ങോട്ട് പോകും? ഊരാളുങ്കൽ എന്ന് പറയുന്നത് നമുക്കറിയാം, അതിന്റെ അവസാനം ചെന്ന് നിൽക്കുന്ന CPM-ന്റെ നേതാക്കന്മാരും അവരുടെ ഒരു വലിയൊരു യൂണിറ്റിയുമാണ്. അവിടേക്കല്ലേ ഈ പണമെല്ലാം അവരുടെ ആൾക്കാർക്ക് ജോലി കൊടുക്കാൻ. കിഫ്ബി അതുപോലെ തന്നെ. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.